വാമേ. ഇതാണോ അമ്മയുടെ തറവാട് വീട്? യെസ് ബേട്ടി, ഇറ്റ് ഈസ് മൈ തറവാട് വീട്. എങ്ങനെയുണ്ട്? നിനക്ക് ഇഷ്ടപ്പെട്ടോ? കൊള്ളാം, സൂപ്പർ. ഇത്രയും ഭംഗിയുള്ളൊരു വീടും പരിസരവും മറ്റെങ്ങും ഞാൻ കണ്ടിട്ടില്ല. ആഹാ, നിങ്ങള് പെട്ടെന്ന് എത്തിയോ? ഞാൻ പറഞ്ഞില്ലേ സമയത്ത് ചേട്ടാ, നിങ്ങളെ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? പിന്നല്ലാതെ. നാത്തൂനെ സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഓ സുഖം. എല്ലാ തവണത്തെ പോലെ നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. 2 ദിവസം ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞ് നീ ഒരു വരവിങ്ങി വരും, എന്നിട്ട് ആ വൈകിട്ട് തന്നെ പൊളിയും തട്ടിയൊരു പോക്കാം. ഇത്തവണ അത് പറ്റത്തില്ല. അമ്പലത്തിലെ നേർച്ചയാ, 2 ദിവസം കഴിഞ്ഞേ പോകാൻ പറ്റത്തുള്ളൂ. എല്ലാ തവണയും പോകുന്ന പോലെ ഇത്തവണ പോകാൻ പറ്റില്ലല്ലോ അമ്മ. അതെന്താ? ക്ഷേത്രത്തിലെ പരിഹാര ക്രിയകളെല്ലാം നടത്തിയിട്ടേ പോകും. എത്ര നാളായി എല്ലാരോടും ഇത് ഒത്തുകൂടിയിട്ട്. കേട്ടോ മോളെ, പണ്ട് ശിവയുടെ താമസിക്കുമ്പോഴേ എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ എല്ലാവരോടും ഒത്തുകൂടും. അന്നൊക്കെ ഒരു ഉത്സവം പോലെയായിരുന്നു. അതൊരു കാലം. അല്ല നാത്തൂനെ, മരുമക്കളാരും വരാതിരുന്നത് എന്താ? അവരും പൂജയിൽ പങ്കെടുക്കേണ്ടതല്ലേ? അവർക്കാർക്കും വരാൻ താല്പര്യമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? പൂജയിൽ പങ്കെടുക്കേണ്ടത് ഞാനും ശിവയല്ലേ? ഞങ്ങൾ എത്തിയിട്ടുണ്ടല്ലോ, അത് മതി. മോനെ ശിവോ, എന്തോക്കളെ സുഖമൊക്കെ തന്നെയേ? എന്ത് പറയുന്നു? ചുമ്മാ ചുമ്മാ ചോദിച്ചതാ. കാര്യങ്ങളൊക്കെ നമ്മളോട് തീരുമാനിച്ചോളാൻ ശ്രീയേട്ടൻ പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ശ്രീയേട്ടന് വരാൻ പറ്റില്ലെന്നേ ഉള്ളൂ. പേടിച്ചിട്ടാ ഓരോ ദിവസവും ഇവരിവിടെ തള്ളി നീക്കുന്നത്. ഈ വീട്ടിനകത്ത് എന്തെങ്കിലും ഒന്ന് ശബ്ദം ഉയർത്തി പറയാനുള്ള അധികാരം പോലും ഞങ്ങൾക്കാർക്കും ഇല്ല. മായച്ചെ പോലും ജ്യോതി ഇപ്പൊ വകവയ്ക്കുന്നില്ല. നമ്മൾ ആരെങ്കിലും ജ്യോതിയെ വകവയ്ക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അത് തന്നെ അവളും ചെയ്യുന്ന. നീ എന്താ ഇങ്ങനെ പറയുന്നത്? ഇവളിപ്പൊ ഇങ്ങനെ പറയും. സൂര്യ ഇവളെ എന്തൊക്കെയോ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജ്യോതിയോട് ഇവൾക്ക് കുറച്ച് സിമ്പതി കൂടിയിട്ടുണ്ട്. അതെ അമ്മാവാ. എന്താണ്? അമ്മാവിനിപ്പോ ശിവയോട് പറഞ്ഞില്ലേ? അതെല്ലാം ഞാൻ കേട്ടു. അതിനിപ്പോ ഞാനെന്താ പറഞ്ഞു? അതെ, അവരാരും ഇവിടെ ഇല്ലാന്ന് പറഞ്ഞില്ലേ? അതാരാ അങ്ങനെ പറഞ്ഞു? പറഞ്ഞു. അന്നേ ഇവരിവിടെ താമസിക്കുമ്പോഴേ കുറെ അലവരാതി പിള്ളേരുണ്ടായിരുന്നു, വഷളന്മാര് ഇവിടെ താമസിച്ചിരുന്നു. ഇപ്പൊ അവരാരും ഇവിടെ ഇല്ലെന്നാ ഞാൻ പറഞ്ഞത്. സത്യം. ഇവിടെ വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു, എല്ലാവരും എന്തോ മറച്ചു പിടിക്കുന്നുണ്ട്. എസ്കയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം ഇവിടെയുണ്ട്. അതെന്തായിരിക്കും? ഡിക്കയോട് ചോദിച്ചാലോ? ഈ വീട്ടിലെ സകല സ്വത്തുക്കൾക്കും നേരവകാശിയാണ് എസ്കെ. മുൻപേ മരിച്ചുപോയതുകൊണ്ട് നിങ്ങളുടെ അമ്മയ്ക്ക് എന്തെങ്കിലും നീക്കി വെച്ചിട്ടുണ്ടോന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അത് മാത്രല്ല, വീട്ടുകാരെ എതിർത്ത് ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ച ആളല്ലേ. അതുകൊണ്ട് വിൽപത്രത്തിലെ പേര് കാണാൻ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. ചിത്ര എന്താ ഒന്നും പറയാത്തത്? ഞാനെന്ത് പറയാനാ?
നേരത്തെ പറഞ്ഞാലും സംശയമുള്ളവര് ഡിക്കയോട് നേരിട്ട് ചോദിക്കണം വിൽപത്രത്തിൽ എന്താ ഉള്ളതെന്ന്. അതിന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. പക്ഷെ എനിക്കൊരു കാര്യം വിശ്വാസമുണ്ട്. ബുദ്ധി ഉറയ്ക്കുന്നതിന് മുൻപേ ഡിക്കയോ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നതും സംരക്ഷിച്ചതും. നന്ദി വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഡികെ കൈവെള്ളയിലെ നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഈ കുടുംബം തല്ലി പിരിക്കാതിരിക്കാനെങ്കിലും നോക്കണം. അത്രയും മാന്യതയെങ്കിലും കാണിക്കണം. ബാലു, നീ അവളെ പറഞ്ഞനുസരിപ്പിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു പ്ലാനും വർക്കൗട്ട് ആവില്ല. ഞാനൊരു കാര്യം പറയട്ടെ. പറയ് ഗോകുൽ. നമുക്ക് കിട്ടാനുള്ള സ്വത്തിന്റെ ഭാഗം ചോദിക്കണമെന്നാ എനിക്ക് പറയാനുള്ളത്. സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാം. എല്ലാം നടക്കും. പക്ഷെ നിങ്ങൾ നേരെ നിൽക്കണം. അവരവർക്ക് കിട്ടാനുള്ള ഷെയർ ചോദിക്കുന്നതിന് ഒരു മടിയും വിചാരിക്കണ്ട. പൂജാകർമ്മങ്ങൾ കഴിഞ്ഞ് വന്നാലുടനെ ഈ വിഷയം അവതരിപ്പിക്കണം. ഡികെയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. അതിനനുസരിച്ച് വേണം കാര്യങ്ങൾ നീക്കാൻ. ഇനിയെങ്കിലും നമ്മൾ ഇത് ചെയ്തില്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. എന്തായാലും ഡികെ തിരിച്ചു വരട്ടെ. കുടുംബസ്വത്തിന്റെ ഷെയർ ചോദിക്കാൻ തന്നെയാ എന്റെ തീരുമാനം. എന്തായാലും നമ്മുടെ അമ്മയുടെ സ്വത്ത് നമുക്ക് കിട്ടിയേ പറ്റൂ. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അവസാനം ഡിക്കയുടെ മുന്നിൽ ചെല്ലുമ്പോ മുട്ട വരയ്ക്കാതിരുന്നാ മതി. അവരെ അങ്ങനെ അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. അവരുടെ കാര്യം നോക്കാൻ അവർക്കറിയാം. പക്ഷേ ചിത്രയെ സൂക്ഷിക്കണം. അത് ഞാനേറ്റു. അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. അനുസരിച്ചില്ലെങ്കിൽ അനുസരിപ്പിക്കാൻ എനിക്കറിയാം. പരിഹാരക്രിയകള് കുടുംബക്ഷേത്രത്തില് മാത്രം പോരാ. നിങ്ങൾ തിരിച്ചു വരുമ്പോ ഇവിടെയും വേണ്ടിവരും. ചൊല്ലാതെ എന്നുള്ളിൽ പൂവിട്ടൊരിഷ്ടം നീ പോകും വഴിയെല്ലാം ചങ്ങാതിക്കാറ്റായി പിന്നാലെ ഞാനെന്നും കൂടുന്നില്ലേ. ചാരെ മൂടുന്ന സിന്ദൂരക്കാവിന്റെ ഈണങ്ങൾ കാതോരം തേനാവുന്നേ. ഓരോ നിമിഷത്തിൽ നീ എന്ന സ്വപ്നത്തിൻ ആനന്ദത്തേരേറി പായുന്നെന്നോ കണ്ണേ കണ്ണേ. എന്തിനാ ശിവ ഇത് ഓഫ് ചെയ്തേ? നല്ല പാട്ടായിരുന്നു. എനിക്കിഷ്ടമല്ല. അതിന് ശിവയല്ലല്ലോ, ഞാനല്ലേ കണ്ടുകൊണ്ടിരുന്നേ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടായിരുന്നു അത്. അത് വയ്ക്ക ശിവ. ശിവ അത് വയ്ക്കാനാ പറഞ്ഞത്. വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ശിവക്ക് ഇഷ്ടമല്ലെങ്കിൽ ശിവ കാണണ്ട. കാണുന്നവരെ എന്തിനാ ശല്യപ്പെടുത്തുന്നേ? എത്ര നല്ല പാട്ടായിരുന്നു എന്നറിയോ? എനിക്കിപ്പോ കണ്ടേ പറ്റൂ. ഞാൻ വെക്കും. ഇങ്ങനെ വന്നേ തരാൻ. എന്താ മഴനൂലായി നനവെഴുതി നിറയവേ പറയാതെ ഉയരാഴും ഇരുമനവും. ജീവിക്കുന്ന കാലത്ത് സന്തോഷത്തോടുകൂടി ജീവിക്കണം. ഇല്ലെങ്കിൽ ജീവിതം മുരടിച്ചു പോകും. എന്തുവാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എടുത്ത് കഴിക്കട്ടെ അങ്ങോട്ടെ. നാത്തൂനെ, കറികളൊക്കെ ബ്യൂട്ടിഫുൾ. നാത്തൂനുണ്ടാക്കുന്ന ഫുഡിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാ. ഓ, ഇവളതിനേ കൊള്ളാവൂ. നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ഭാര്യ ഉള്ളത് തന്നെ ഒരു ഭാഗ്യല്ലേ അമ്മാവ? പിന്നെ എവള് കൊണ്ടുവന്ന ഭാഗ്യമെല്ലാം കൂടെ ഞാൻ അലമാരയിൽ കെട്ടിവെച്ചിരിക്കുക. ഞാൻ ഇതൊക്കെ വേണ്ടുവോളം പറഞ്ഞു കൊടുത്തത് കൊണ്ട് ഇവള് ഏകദേശം വൃത്തിയായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പെങ്ങളെ എന്താ പറയുന്നു? ശരിയല്ലയോ? വിറക് വെട്ടാനും തേങ്ങ ചെണ്ടാനും അല്ലാതെ ചേട്ടന് വേറെ എന്തെങ്കിലും അറിയാവോ? എനിക്കോ? പെങ്ങളെ,
ഇരിക്കുന്ന ശിവയോടൊന്ന് ചോദിക്കും. പണ്ട് ഇവൻ ഇവിടെ നിന്ന കാലം അടുക്കള ഉത്സവപ്പറമ്പാക്കിയവരാ ഞങ്ങള്, അറിയാവോ? പിന്നെ ഞാനുണ്ടാക്കിയ കപ്പയും മീൻകറിയും കഴിച്ച് ഇവൻ ഇവിടെ കിടന്ന് തുള്ളി ചാടിയിട്ടുണ്ട്, അറിയാവോ? ചിലപ്പോ അവന്മാരുടെ കൂട്ടുകാരൊക്കെ കൂടെ വരും. അവന്മാർക്കെല്ലാം ഞാൻ തന്നെയാ വച്ചോളമ്പത്. തീറ്റ പാട്ട് കൂത്ത് എന്ന് വേണ്ട, ഇവിടെ നേരം വെളുക്കുന്നത് വരെ ഒരു പൂരപ്പറമ്പായിരിക്കും, അറിയാവോ? അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതാണ് ഞാൻ കഴിക്കും മനുഷ്യ. പഴങ്കഥകളൊന്നും ഇവിടെ ആർക്കും കേൾക്കാം. അവള് പഴം ചോദിച്ചു. അമ്മ പറയട്ടെ, ശിവയുടെ ജീവിതത്തിലെ സന്തോഷമുള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ? അങ്ങനെ അവനെ വലിയ സന്തോഷമൊന്നും അല്ല, പിന്നെ ചിലതൊക്കെ അവനെ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാ. അതെന്താണെന്ന് ചോദിക്കാൻ ഞാൻ പറയത്തില്ല. ഇവനെ മെന്റൽ ആശുപത്രിയിലാക്കിയവരൊക്കെ ഇപ്പൊ വലിയ സിനിമാ നടികളല്ലയോ? ചേട്ടാ, മോനെ ശിവ. ശിവ, അമ്മാവൻ ഒരു വാപോയ കോടാലിയാണെന്ന് നിനക്കറിയില്ലേ? നിന്റെ കാര്യം ഓർത്തിട്ട് ചേട്ടന് നല്ല സങ്കടമുണ്ട്. പക്ഷേ അത് പ്രകടിപ്പിക്കാൻ അറിയില്ല. എന്തെങ്കിലും പറഞ്ഞ അത് നാവുപിഴയായിട്ട് വരികയുള്ളൂ. എനിക്കറിയാം, നിങ്ങൾക്കെല്ലാവർക്കും എന്നോട് ഇഷ്ടോ. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ശ്രമിക്കുന്നുമുണ്ട്. പക്ഷെ ജ്യോതി പറയും പോലെ നമ്മൾ ആരാണെന്ന് തിരിച്ചറിയേണ്ടത് നമ്മൾ തന്നെയാണ്. ഇനിയും എത്ര അല്ലെന്ന് പറഞ്ഞാലും ആത്യന്തികമായി ഞാനൊരു മാനസിക രോഗി തന്നെയാ, അല്ലേ അമ്മേ? ശിവ, ഏട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? പറയ് ശിവ, നീ പറയുന്ന എന്തും ഞങ്ങൾ സാധിച്ചു തരും. ഞങ്ങൾക്ക് ആ പഴയ ശിവയെ തിരിച്ചു കിട്ടിയാൽ മതി. എന്താ ഒളിഞ്ഞു നോക്കുന്നേ? ഞാനേ ഇവൻ ആഹാരം കഴിക്കുന്നത് നോക്കിക്കൊണ്ട് നിന്നതാ. എന്നാലും ഇവന് എങ്ങനെ ദേഷ്യം തോന്നി? ചേട്ടൻ തെറ്റിദ്ധരിക്കണ്ട, അവന് ജ്യോതിയോട് വലിയ റെസ്പെക്ട് ലവുക. അവൾ അവനെ നേരെയാക്കും. ആക്കിയാ മതി. ബാധ്യതയാകുമെന്നുള്ളത് കണ്ടു തന്നെ അറിയാം. മതി, കുറച്ചുകൂടെ കഴിക്കും. എനിക്ക് മതി. കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്കും. നീ എന്ത് പോന്നു? കിടക്കാൻ പോന്നു. ഇവിടെ കിടക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ എവിടെ കിടക്കണം? അതൊന്നും എനിക്കറിയില്ല. നീ എവിടെയെങ്കിലും പോയി കിടക്കും. എന്റെ കൂടെ കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. വേണമെങ്കിൽ ഈ തലേണ ഷീറ്റ് എടുത്ത് താഴെ കിടന്നു. ഹലോ ചേട്ടാ, ഇത് അമരാവതിയിലെ ഹിറ്റ്ലർ മഹാരാജാവിന്റെ അന്തഃപുരം അല്ല, ഇത് അമ്മാവന്റെ വീടാ. ഇവിടെ കിടക്കരുതെന്ന് പറയാൻ ഹിറ്റ്ലർക്ക് യാതൊരു അവകാശമില്ല കേട്ടാ. എന്നാ പിന്നെ നീ ഇവിടെ കിടന്നു, ഞാൻ വെളി കിടന്നോളാം. ഓഹോ, വളരെ സന്തോഷം. ഇന്നൊരു ദിവസമെങ്കിലും എനിക്ക് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാലോ. ആഹാ, അങ്ങനെ നീ ഇപ്പൊ സമാധാനത്തോടെ കിടക്കണ്ട. ഓഹോ, ശരി, മഹാരാജാവിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ.
അതെ ഹിറ്റ്ലറെ, ശിവ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി സിനിമ നടിയാണല്ലേ? ഏതാ കുട്ടി? നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഇവിടെയുള്ളവരുടെ വായിന്ന് കുറേശ്ശെ കിട്ടിയതാ. നീ ശിവയോട് ചോദിച്ചില്ലേ? ആ, ചോദിച്ചായിരുന്നു. പക്ഷേ എന്നെ മുറുക്കി പുറത്താക്കി കഥ അടച്ചു. പറയാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കരുത് ഇനിയെങ്കിലും. എത്രയും വേഗം പൂജയും ചടങ്ങൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് തിരിച്ചു പോകണം. മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ നോക്ക്. രഹസ്യങ്ങൾ കുഴിച്ചെടുക്കാൻ ഇവളെ കഴിഞ്ഞുള്ളൂ ആരും. ആ അമ്മാവൻ ഇനി എന്തൊക്കെ വിടുവായത്തിനും പറയുമെന്തോ. നമുക്ക് നോക്കണ്ട സാറേ. അവനെ പിടിച്ചു കൊടുത്ത് ഉള്ള കാശ് വാങ്ങി നമുക്ക് ഈ സീനങ്ങ് വിടാം. പണം കിട്ടിയാ പോരെ സാറേ നമുക്ക്. അതെ അതെ. അതെ അവര് പറയുന്ന അനുസരിച്ച് ഞങ്ങൾ അവനെ പിടിച്ചു കൊടുത്തു എന്ന് വെക്കുക. നാളെ അവനെ കൊണ്ട് തട്ടിക്കളഞ്ഞ അതിന് ഞങ്ങൾ സമാധാനം പറയേണ്ടി വരികയല്ലേ? വഴിയെ നടക്കുന്നവനെല്ലാം പത്ര റിപ്പോർട്ടർമാരും ചാനൽ മുതലാളിമാരും ആകുന്ന കാലമാണ്. ആരെങ്കിലും ചുമ്മാ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ പിന്നെ അത് മതി ജീവിതം ജയിലിലാവാൻ. കൊല്ലാനാണ് ഈസിയാ, എങ്ങനെയൊക്കെ തെളിവ് നശിപ്പിക്കാം. പക്ഷേ നാട്ടിൻപുറത്ത് പോയൊരു തട്ടിക്കൊണ്ടുപോകലൊക്കെ റിസ്കാ. സാറ് പറഞ്ഞത് ശരിയാ. പക്ഷേ നമുക്ക് നൈസായിട്ട് പണിയൊക്കെ നടത്താം സാറേ. അത് ഞാനങ്ങ് ഏറ്റു. അതെ, താൻ വിഷമിക്കണ്ട. പണി ഞങ്ങളങ്ങ് നടത്തും. പക്ഷേ എനിക്കും സാറിന് എന്തെങ്കിലും കുഴപ്പം വന്നാ പണി പാളും. തിരിച്ചു പണി കിട്ടുമെന്നുള്ളത് മനസ്സിലായോ? നിങ്ങൾ മേഡത്തിനെ തെറ്റിദ്ധരിച്ചിരിക്കുക. മേഡം അത്തരത്തിലുള്ള ഒരാളല്ല. പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുന്നയാളാ മേഡം. അവർക്കിപ്പോ ആവശ്യം ആ പയ്യൻ പ്രാന്താശുപത്രിയിലാവുക എന്നുള്ളതാ. നമ്മളത് ചെയ്തു കൊടുത്താൽ മതി. റിസ്ക് ഇല്ലല്ലോ. താൻ പേടിക്കണ്ട. ക്ഷേത്രത്തിലെ പരിഹാര കർമ്മങ്ങൾ കഴിഞ്ഞ് SK തിരിച്ച് അമരാവതിയിലേക്ക് വരില്ല. പകരം ഭ്രാന്താശുപത്രിയിലേക്ക് തന്നെ പോകും. അതിനൊരു സംശയം വേണ്ട. ഞാൻ ഏറ്റു സാറേ. നാളെ സംഭവം നടന്നിരിക്കും. തമ്പി. എന്താ സാർ? എനിക്ക് തന്റെ ഈ മാഡമായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. മാഡം വരും, സാറിനെ കാണും. പോരെ? ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ സാർ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അവരൊരു ഡാൻസർ ആയിരുന്നു. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇവിടെ അടുത്ത് എവിടെയോ ആണ് അവരുടെ തറവാട് വീട്. ശിവ പണ്ട് കൂടുതൽ സമയം ഇവിടെ ആയിരുന്നല്ലോ. ഇവിടെ വെച്ച അവര് തമ്മിൽ കണ്ടതും ഇഷ്ടപ്പെട്ടതും എല്ലാം. പിന്നെങ്ങനെ അവര് തമ്മിൽ വേർപിരിഞ്ഞു? അതറിയില്ല. എത്ര ചോദിച്ചിട്ടും ശിവ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, ശിവയ്ക്ക് ആ പെൺകുട്ടി ജീവനായിരുന്നു. അവളും അങ്ങനെ തന്നെയായിരുന്നെന്നാ കേട്ടത്. പക്ഷെ പെട്ടെന്നൊരു ദിവസം അവളും അമ്മയും ഈ നാട് വിട്ടുപോയി. പിന്നീടാണ് SK ആശുപത്രിയിലാവുന്നത്. നമുക്കാർക്കും അറിയാത്ത എന്തൊക്കെയോ സംഭവങ്ങള് അതിന് പിന്നിലുണ്ട്. ആ കുട്ടിയെക്കുറിച്ചുള്ള ശിവയുടെ ഓർമ്മകളാണ് ഇവിടെ നിറയെ.
അതിന്റെ നടുവിൽ നിൽക്കുമ്പോ അവൻ എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? ഇന്നലെ ആശുപത്രിയിൽ ആരോ SK അന്വേഷിച്ചു വന്നതും രാത്രി നടന്ന ഈ സംഭവവും എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോ എനിക്കെന്തോ ഒരു പേടി തോന്നുന്നുണ്ട്. അങ്ങനെ വല്ലാണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഒന്ന് ശ്രദ്ധിക്കണം. DK പറഞ്ഞതുപോലെ ചിലപ്പോ വല്ല മോഷ്ടാക്കളും ആയിരിക്കാം ഇന്നലത്തെ ആക്രമണത്തിന് പിന്നിൽ. തൽക്കാലം അങ്ങനെ വിശ്വസിക്കാം. അതിന് കഴിയും. പക്ഷേ ശിവയൊന്ന് കെയർ ചെയ്തോണം. ഞാൻ നോക്കിക്കോളാം. ശരി, ഞാൻ ഇറങ്ങുന്നു. അത്രയ്ക്ക് പ്രശസ്തയാണ് അവള്. സൗത്ത് ഇന്ത്യൻ സിനിമയില് ഇന്നത്തെ പൊന്നും വിലയുള്ള താരം അമലദാസ്. പണ്ടവള് ഉമ്മയായിരുന്നു, ശിവയുടെ സ്വന്തം ഉമ്മ. അയ്യേ, ഈ വേഷത്തിലാ ക്ഷേത്രത്തിൽ വരുന്നേ? ഇതിനെന്താ കുഴപ്പം? എനിക്കിത് ചേരും. അതൊക്കെ സമ്മതിച്ചു. പക്ഷെ ഈ മുണ്ടും ജുബയും തമ്മില് മോരും മുതിരയും പോലെ ഇരിക്കുക. നിങ്ങളൊക്കെ പെർഫെക്റ്റ് മാൻ അല്ലേ ഹിറ്റ്ലറെ? ഈ മുണ്ടിന് ചേരുന്ന ജുബയാണോ ഇത്? നിങ്ങൾ ഒരിക്കൽ ഇനിയിപ്പോ ഇത് മതി. ഇത് വേണ്ട. ദേ, അലമാരയിൽ നിങ്ങൾക്കുള്ള ഡ്രസ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് മോര് ഹിറ്റ്ലറെ. എന്തായി കാണിക്കുന്നത്? ഞാൻ ഊരിക്കോളാം. ഇതെങ്ങനെയുണ്ട്? തരക്കേടില്ല. എടുത്തേ. എന്നാലും ഒരു നല്ല വാക്ക്. അതിന് നല്ലതെന്തെങ്കിലും നിന്നെ കുറിച്ച് കേട്ടിട്ട് വേണ്ടേ? അങ്ങനെ കേൾക്കുമ്പോ നല്ലത് പറയാം. പിന്നെ ഒരു മഹാരാജാവ് വന്നിരിക്കുന്നു. ഇത് ഇടാനും പറ്റുന്നില്ലല്ലോ. അളവ് ചെറുതാണോ? ചെറുതൊന്നുമല്ല, കറക്റ്റ് അളവ് തന്നെയാ. പിന്നെ എന്താ ഇതിനൊരു ഇറുക്കം? അത് മനസ്സിൽ പിടിക്കാത്ത ഡ്രസ് ഇടുമ്പോ അങ്ങനെയൊക്കെ തോന്നും ചിലപ്പോ. ഇതിപ്പോ ഞാൻ സെലക്ട് ചെയ്ത് തന്നെയല്ലേ, അതാ. ഞാൻ ഇട്ടോളാം. ജ്യോതി, മാറി ജ്യോതി, ഞാൻ ശരിയാക്കാം. നീ ഇത്ര പെട്ടെന്ന് റെഡിയായോ? പിന്നെ ഞാൻ എപ്പോഴേ റെഡിയായി. ഇതാ കണ്ടല്ലേ. അതെ, ഈ വാച്ച് കിട്ടിയാ മതി. അതെ, എനിക്ക് ചേരുമെന്ന് നോക്കട്ടെ. ഇങ്ങനത്തെ ഇപ്പൊ എങ്ങനെയുണ്ട്? കൊള്ളാം. ഇത് നിന്റെ കയ്യിൽ തന്നെ കെട്ടിക്കോ. എന്നാ ഇറങ്ങാം. അല്ല, വാച്ച് വേണ്ട. അതെന്താ വേണ്ടാത്ത? എന്റെ സമയം നല്ലതല്ലെന്ന് എനിക്കറിയാം. നാഗദൈവങ്ങളെ, ഞാൻ പ്രാർത്ഥിച്ചത് ഇഷ്ടായില്ലെന്നുണ്ടോ? അതുകൊണ്ട് എന്നെ തള്ളിയിട്ട് എന്തു പറ്റി? ഞാൻ വീണു. കാല്. അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോഴെങ്കിലും ഇത്തിരി അടക്കോ ഒതുക്കമൊക്കെ വേണം. ഞാൻ അടങ്ങി ഒതുങ്ങിയൊക്കെ തന്നെ പ്രാർത്ഥിച്ച്. എന്തൊരു വേദന. കാല് മടങ്ങിയെന്നാ തോന്നുന്നു. ഒന്ന് പിടിക്കേട്ടാ. ഒന്ന് പിടിക്ക്. പിടിക്കങ്ങോട്ടും. നടക്ക്.
ഓ, കാല് നല്ല വേദനിക്കുന്നു. എന്നെ ഒന്ന് അവിടെ വരെ പിടിച്ചോണ്ട് വിടാവോ? ഹിറ്റ്ലർ പ്ലീസ്. എനിക്ക് വയ്യാഞ്ഞിട്ടല്ലേ. നടക്ക്. മൈ ലിറ്റിൽ കണ്ണാ, ഞാൻ എന്തായി കാണുന്നത്? ബ്യൂട്ടിഫുൾ. എന്താ എന്ത് പറ്റി ജ്യോതി? വീണ് കാലൊന്നും മടങ്ങി. വേദനയുണ്ടോ ജ്യോതി? ഏട്ടൻ വിട്ടെ, ഞാൻ കൊണ്ടുപോയിക്കോളാം. വാ വാ ജ്യോതി. നശിപ്പിച്ചു ശിവ, അവരുടെ ലവ് നശിപ്പിച്ചല്ലോ. പതുക്കെ നടക്ക്, നോക്കി വാ. ഞാൻ പിടിച്ചിട്ടുണ്ട്. പതുക്കെ. നോക്കി. ഇവിടെ ഇരിക്കാം. ഇവിടെ 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 ഇങ്ങോട്ട് ഇരുന്നു. ഇവിടെ ഇരുന്നു. പിടിച്ചിരുന്നു. ഇരുന്നു. ഇരിക്കെ. ഇവിടെ ഇരിക്കെ. ഹോസ്പിറ്റലിൽ പോണോ ജ്യോതി? ഓ വേണ്ട. ബേട്ടി, വാട്ട് ഹാപ്പൻ? കാലൊന്നും മടങ്ങിയത് അമ്മ. സാരമില്ല. അമ്മേ, ഇവിടെ അടുത്ത ഏതെങ്കിലും ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ടോ നോക്കിയാലോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് കഴിയുമ്പോ വേദന തനിയെ അങ്ങ് മാറിക്കോളും. അതെ, അമ്മയും ശിവയും കൂടെ വന്നോളൂ. ഒരു കാര്യമുണ്ട്. എന്താ സ്വാമിജി? വരൂ, പറയാം. വാ മോനെ. ജ്യോതി, ഞാനിപ്പോ വരാമേ. വേദനയുണ്ടോ? ഏയ്, ഭയങ്കര സുഖം. വേണമെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കാം. ഓ, ഹിറ്റ്ലറിന് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ അറിയോ? എങ്ങനെയൊക്കെ? അല്ല, ഈ ഭാര്യമാരുടെ കൈക്കോ കാലിനോ എന്തെങ്കിലും പറ്റുമ്പോ ഭർത്താക്കന്മാർക്ക് വരുന്ന ഒരു വെപ്രാളവും സങ്കടവും ഉണ്ടല്ലോ. ചിലരത് പുറമേ കാണിക്കും, മറ്റു ചിലരത് കാണിക്കില്ല. എന്നാലും ചോദ്യം ഒന്നായിരിക്കും. ഇതുപോലെ ഡോക്ടറെ കാണണോന്ന്. അയ്യ, ഇത് സ്നേഹം തോന്നിയോണ്ടല്ല. നഷ്ടപരിഹാരത്തിന്റെ തുക കൂട്ടി നോക്കുമ്പോ നിന്റെ കാലിന് എന്തെങ്കിലും ഡാമേജ് പറ്റിയാലേ അതും കൂടി കൂട്ടണമല്ലോ. ആ നഷ്ടം ഇപ്പോഴേ ഒഴിവാക്കാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. പിന്നെ അതിര് കടന്ന ആഗ്രഹങ്ങളൊന്നും വേണ്ട. പിന്നെ ശിവയുടെ കൂടെയുള്ള കുട്ടിക്കളി അധികം വേണ്ട. സ്നേഹിക്കാനും ഉപദ്രവിക്കാനും അവനൊരു നിമിഷം മതി. ഓ, അത് ഞാനങ്ങ് സഹിച്ചു. നിങ്ങൾക്കെന്താ അതിൽ അസൂയ തോന്നുന്നുണ്ടോ? എന്താ, കാലുവിന് കുറവില്ലേ? എവിടെ, ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട വേണ്ട, എന്റെ കയ്യിലായില്ലേ. നിന്റെ കയ്യിൽ എണ്ണയാക്കണ്ട, ഞാൻ തേച്ചു കൊടുക്കാം. അവിടെയല്ല, കുറച്ചുകൂടെ അപ്പുറത്ത്. കുറച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. കുറച്ച് താഴെ. സത്യമായിട്ടും പറഞ്ഞതാ. നീ എന്തിനാ നോക്കിയിരിക്കുന്നത്? ശയന പ്രദക്ഷിണം കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നതല്ലേ. നീ നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. രാവിലെ അമ്പലത്തിൽ പോകേണ്ടതാ. അപ്പുറത്ത്, ഇവിടെ. വൈദ്യരെ, അല്ല ഹിറ്റ്ലറെ, നിങ്ങൾ ഏതെങ്കിലും നാട്ടുവൈദ്യന്മാരുടെ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ടോ?
അല്ല, നിങ്ങളുടെ ഈ എണ്ണ തേച്ചുള്ള തിരുമലും തടവലും ഒക്കെ കണ്ടാലേ അറിയാം നിങ്ങൾ ഏതോ നല്ല വൈദ്യശാലയില് അസിസ്റ്റന്റ് ആയിട്ട് നിന്നിട്ടുണ്ടെന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ ഹോട്ടൽ ബിസിനസ് ഒക്കെ നിർത്തിയിട്ട് ഒരു ആയുർവേദ വൈദ്യശാലയൊക്കെ ഇട്ട് മര്യാദയ്ക്ക് അങ്ങ് ജീവിച്ചൂടെ? അല്ല, എനിക്ക് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. എല്ലാ ബിസിനസിനും അതിന്റേതായ അന്തസ്സുണ്ടെങ്കിലും സ്വർണ്ണക്കട തുടങ്ങുന്നത് ഒരു പ്രൗഢി തന്നെയാണ്. തുടങ്ങുമ്പോ അമരാവതിയുടെ പേര് തന്നെ ഇടണം, എങ്കിലേ തറവാടിനൊരു അന്തസ് കിട്ടും. ജ്വല്ലറിയും തുടങ്ങി തറവാടിന്റെ പേര് വിട്ട് AC മുറിയിലിരുന്ന് കച്ചവടം ചെയ്യാൻ ആളുമായി. അയ്യോ, എനിക്ക് AC ഇല്ലാതെ പറ്റില്ല, പണ്ടേ ശീലിച്ചു പോയതുകൊണ്ടാ. എല്ലാം കൊള്ളാം, പക്ഷെ ജ്വല്ലറി തുടങ്ങാൻ പണം എവിടെ? അതിന് നിങ്ങൾ എന്ത് ചെയ്യും? അതിന് DK തന്നെ സഹായിക്കണ്ടേ? നമുക്ക് അവകാശപ്പെട്ടതില് ഒരു ഭാഗം ബിസിനസ് തുടങ്ങാൻ ചോദിക്കുന്നതില് എന്താ തെറ്റ്? എന്തായാലും DK വരുമ്പോ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ നടക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ബിസിനസ് തുടങ്ങുന്നതിന്റെ കാര്യം പറയുമ്പോ തന്നെ DK എതിർക്കും, നിങ്ങളെ കൊണ്ട് കഴിയില്ലെന്ന് പറയും. പക്ഷേ അപ്പു വിട്ടുകൊടുത്താൽ അതോടെ എല്ലാം തീരും. ബാംഗ്ലൂരിൽ നിന്ന് വന്നത് തിരിച്ചു പോകാനല്ല എന്ന് തന്നെ നിങ്ങൾ പറയണം. അപ്പൊ ശ്രീയേട്ടൻ ബാംഗ്ലൂരിൽ തന്നെ നിൽക്കുന്നതിന് ഇതിപ്പോ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചൂട് ചോറ് വാരിക്കുന്ന പോലെയുള്ള ഏർപ്പാടായിപ്പോയി. മതി, ആർക്കാ അതിന് അർഹത ഇല്ലാത്തത്? ആരാ ഭിക്ഷ അയച്ചത്? ഞങ്ങൾക്ക് അതിനുള്ള അർഹത ഉള്ളതുകൊണ്ട് തന്നെയാ DK ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. ഞങ്ങളുടെ ജീവിതം DK നൽകിയ ഔദാര്യമല്ല. ഈ തറവാട്ടിലെ സ്വത്തിന്റെ 1/3 ഭാഗം ഞങ്ങളുടെ അമ്മയ്ക്കും കൂടി അവകാശപ്പെട്ടതാ. അത് ഞങ്ങൾക്ക് കിട്ടിയോ? ഇല്ല. അമ്മയുടെ അച്ഛന്റെ മരണശേഷം ഞങ്ങളെ DK കൊണ്ടുവന്ന് വളർത്തി, അത് ശരി തന്നെ. പക്ഷേ ഇത്രയും കാലത്തിനുള്ളിൽ ഇത് നിങ്ങൾക്കെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും DK ചെയ്തു തന്നിട്ടുണ്ടോ? തല മറന്ന് എണ്ണ തേക്കുന്നത് നല്ലതാണോ എന്ന് ആലോചിച്ചിട്ട് വേണം ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അവൻ കൂടുതൽ വേദനിക്കുകയുള്ളൂ. മറന്നുപോയതൊക്കെ ഇനിയും അവനെ കുത്തി നോവിക്കുന്നത് അപകടം. ഇപ്പൊ അവൻ സാധാരണ നിലയിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുക. അതിനിടയിൽ കഴിഞ്ഞതൊക്കെ ഓർത്താൽ അത് കൂടുതൽ ബുദ്ധിമുട്ടാവും. ഇനിയും അവന്റെ ജീവിതത്തിന്റെ താളം തെറ്റരുതെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നാളെ പൂജ കഴിഞ്ഞാൽ ഉടൻ ഞങ്ങൾ ഇറങ്ങും. ഞാനൊന്നും പറയുന്നില്ല, എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ.